സത്താർ പന്തല്ലൂരിന്റെ കൃത്യമായ പ്രസംഗമുണ്ട്. ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല. ഞങ്ങൾക്കെതിരെ, സമസ്തക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരുടെ കൈ വെട്ടാനുള്ള കഴിവ് ഞങ്ങളുടെ യുവജന പ്രസ്ഥാനമായ SKSF-നുണ്ട് എന്ന് സത്താർ പന്തല്ലൂർ വളരെ കൃത്യമായി പ്രസംഗിച്ചതിന്റെ വീഡിയോ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. താങ്കളാണ് ഈ കള്ളം പറയുന്നത്. താങ്കൾ സ്ത്രീവിരുദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ ജനം ടിവിയിലെ ചർച്ചയിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിലെ ബാലവേശ്യാവൃത്തിയിൽ കൂടാണ് ഹിന്ദു പെൺകുട്ടികൾ കഴിയുന്നതെന്ന് വിവാദപരമായിട്ട് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അന്നേ കുടുങ്ങിയ കേസാ, വെറുതെ പറയണ്ട. ഞാൻ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അങ്ങനൊന്നും ഒളിച്ചോടി പോകേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ അത് അങ്ങോട്ട് ഇട്ടുതരാം. ഇല്ലല്ല, എങ്കിൽ താങ്കൾ എന്തുകൊണ്ടാ കേസിന് പോകാതിരുന്നത്? താങ്കൾ എന്താ കേസിന് പോകാതിരുന്നത്? ഇവിടുത്തെ ഹിന്ദുക്കളോ ഹിന്ദു പെൺകുട്ടികളോട് താങ്കൾ നീതി കാട്ടിയോ? താങ്കൾ ഹിന്ദു പെൺകുട്ടികളോട് എന്താ നീതി കാട്ടാന്? ഉമ്മർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള വ്യക്തി പറയുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ഈ തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകളെ പലരെ അറിയാമല്ലോ, അറിയാവുന്നുണ്ടാവുമല്ലോ. സാധാരണ ഇത് തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകളുണ്ട്. അവരൊക്കെ അഭിസാരികമാരാണെന്ന് താങ്കൾക്കൊരു അഭിപ്രായമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉത്തരം പറയും. അല്ല, അത് ഞാൻ എന്റെ ചർച്ചയെ പറയാം. ഞാൻ താങ്കളെ പോലെ ഇടപെടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. താങ്കൾക്ക് പറയാനൊക്കില്ല. അങ്ങനെ ഒരു വിവാദ പ്രസ്താവന ഉമ്മർ ഫൈസി മുക്കം കൃത്യമായി പറഞ്ഞതും കിടപ്പുണ്ട്. അതിനെതിരെ പ്രമുഖ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള VP സുഹൃ പരാതി കൊടുത്തിട്ട് PD സതീശന്റെ സർക്കാർ ഇന്നുവരെ അനങ്ങിയിട്ടില്ല. അവർക്ക് സ്ത്രീത്വം എന്നാൽ എവിടെ പ്രശ്നം വരുന്നത്? ഇവിടെയാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കണം. മണിയാശാന് ഗ്രാമീണ കൊളോക്കിയൽ രീതിയിലൊക്കെ അങ്ങോട്ട് തട്ടിവിടുന്നതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ അങ്ങ് വിഴുങ്ങുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതൊന്നുമല്ല. അയാളുടെ കൂട്ട് കൃത്യമായി സ്ത്രീവിരുദ്ധത പ്രസംഗിക്കുന്ന ഒരു നേതാവ് പോലുമില്ല. അതേപോലെ തന്നെയാണ് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. ഈ മദനി തീവ്രവാദിയാണോ കുഞ്ഞാടാണോ? താങ്കളുടെ മറുപടി പറഞ്ഞാൽ മതി. തീവ്രവാദിയാണോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണോ മദനി? ഉത്തരം പറയും. അല്ല, അനിൽ സാർ പറഞ്ഞതുകൊണ്ട് തീവ്രവാദിയാകില്ല. കോടതി പറയട്ടെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന്. താങ്കൾ ഇത്രയും വലിയൊരു സീനിയർ വക്കീലല്ലേ? താങ്കൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? കോടതി ശിക്ഷിച്ച ആളാണോ? കോടതി ജാമ്യം ഗൗതം സാറേ, നിങ്ങൾ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് മദനി എറണാകുളത്തെ വീട്ടിലാ ജാമ്യം കിട്ടിയിട്ട്, അതുപോലും താങ്കൾക്ക് അറിയില്ല. എത്രയോ കാലം ജയിലിൽ കിടന്നു, എന്ത് അന്നൊന്നും ജാമ്യം കൊടുക്കാത്ത? അതാണ് ഞാൻ ചോദിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇയാൾ പുറത്തിറങ്ങി ചോദിക്കേണ്ടതാ. അത് കോടതിയോട് ചോദിക്കേണ്ടതാ. അത് രാജ്യത്തെ കോടതിയോട് ചോദിക്കേണ്ടതാ. അതിൽ നിങ്ങൾ കുറ്റക്കാരല്ല, കോൺഗ്രസ് കുറ്റവാളികളാ. കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത മദനിക്ക് വേണ്ടി കേരളത്തിലെ പിണറായി വിജയൻ ഒരു സൈഡിലും മറ്റൊരു സൈഡിൽ പ്രതിപക്ഷ നേതാവായി ഉമ്മൻചാണ്ടിയും ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തൊരു സ്വീകരണമുണ്ട്. വലിയൊരു സ്വീകരണമായിരുന്നു. അതിനുശേഷം കേരളത്തിലെ നിയമസഭയിൽ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ സംയുക്തമായിട്ട് എല്ലാവരും വോട്ടെടുത്തുള്ളൂ. എന്തിനാണെന്നറിയോ? ശമ്പളം കൂട്ടുന്ന കാര്യത്തില് ദേശീയ ഗവൺമെന്റ് രാജ്യത്തിന് ഏതെങ്കിലും അനുകൂലമായ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ മദനിയുടെ കൂട്ടുള്ള തീവ്രവാദികളെ പുറത്തുവിടണമെന്ന ആവശ്യം, ഈ ഒരു കാര്യം വരുമ്പോൾ ഇവർ ചക്കരയാണ് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും. ബാക്കി അല്ലാത്തപ്പോഴൊക്കെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളും പ്രധാനമായിട്ടും ഇക്കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ മദനിയുടെ കൂട്ടുള്ള തീവ്രവാദികൾ ഈ ഭാരതത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന്റെ നവീന കാലഘട്ടത്തിലെ ആണിക്കല്ലുകളായിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ യൂട്യൂബ് പ്രസംഗങ്ങളിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ എത്രയോ ഹീനമായ രീതിയിൽ ഹിന്ദുത്വ ബിംബങ്ങളെ അപമാനിക്കുന്നുണ്ട്, ഈ സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്, ഇസ്ലാമിക സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്. ആരും കേസെടുക്കുന്നില്ലല്ലോ. ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ആരാ? ഈ നമ്മുടെ TG മോഹൻദാസ് സാറ്. താങ്കൾ പോലും അത് കണ്ടിട്ടില്ല. ഏത് ചാനലിലാണെന്ന് പോലും പറയാനുള്ള കഴിവും പ്രാപ്തിയും താങ്കൾക്കില്ല. മീഡിയ 1 ചാനലിലെ ഒരു കാർഡ് കണ്ടിട്ടാണ് ഈ കാർഡ് അടച്ച് വെടിവെക്കുന്നത്. അദ്ദേഹത്തിന്റെ ചാനൽ ഏതാണെന്ന് പോലും അറിയാതെയാണ് താങ്കളുടെ കൂട്ടുള്ള ആൾക്കാർ വന്ന് ചർച്ചയ്ക്കിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ കോൺസിക്വൻസ് ആണ് ചർച്ച ചെയ്തത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ കൃത്യമായി അതിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കർഫ്യൂ പ്രഖ്യാപിക്കും, കൃത്യമായ അറിയിപ്പ് കൊടുക്കും. അതിനുശേഷവും കലാപത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വെടിവെച്ചെന്നിരിക്കാം. അത് പറഞ്ഞത് വലിയ മഹാപരാധമൊന്നുമല്ല. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവകാശപ്പെട്ട രീതിയിൽ കൃത്യമായിട്ട് രീതിയിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്.
അവിടെയാണ് പ്രശ്നം വരുന്നത്. അതൊരു ഹിന്ദു പറഞ്ഞു പോയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ കേരളത്തിൽ ഇന്ന് ആരാണ് ഭരിക്കുന്നത്? ISIയുടെ ഏജന്റുമാരാണോ കേരളത്തിൽ ഇന്ന് ഭരണം നടത്തുന്നത്? ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഓരോ വാർത്തകളുടെ രൂപത്തിലും കേരളത്തില് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ യുവരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദുവിനെ ആര് വിമർശിക്കുന്നു അവരെ ആദരിക്കുകയാണ്. ചിത്രീകരിച്ച എം.എഫ്. ഹുസൈനെ കേരളത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് സ്വീകരിച്ചു. മീശ എന്ന് പറയുന്ന നോവൽ എഴുതി ഹിന്ദു സ്ത്രീകളെ അപമാനിച്ച ഹരീഷിന് പത്മശ്രീ കൊടുക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അവാർഡ് കൊടുക്കാനുള്ള ശ്രമം, ആ ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടത്താപ്പാണ് കേരളത്തിൽ അനുഭവിക്കുന്നതെന്ന് എല്ലാ ഹിന്ദുക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ TG മോഹൻദാസ് 71 വയസ്സുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞത് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ചർച്ച ചെയ്യാനാണ് വേണ്ടത്. അല്ലാതെ ഒരു ദിവസം അങ്ങോട്ട് പോയി 200 കിലോമീറ്റർ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ പറ്റി പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനെ കൂടെ ചർച്ചയ്ക്കെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള മാധ്യമപ്രവർത്തകർ ഇന്ന് കേരളത്തിൽ തുലവും കുറവാണ്. അതാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയാൽ അപകടമാണെന്നറിയാം. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. ഞങ്ങളുടെ സർക്കാരിനെ ഞങ്ങൾ പ്രീണിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മതവിഭാഗങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ അവസ്ഥ ഇതാണ്, നിങ്ങളൊക്കെ നാവടക്കിക്കോളൂ എന്നുള്ള സൂചനയാണ് ഈ അറസ്റ്റിൽ കൂടെ പൊതുസമൂഹത്തിലേക്ക് സന്ദേശം നൽകാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ റെജിനിലേക്ക് കള്ളം പറയുന്നത് എന്നുള്ള തെളിവാണ്.